ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കുറേയധികം നാളുകളായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ പുതിയ വിസ കാറ്റഗറി ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയിട്ടാണ്. ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടി ഗൈഡ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സാറിനെ ഈ ഒരു സെഷൻ നയിക്കാനായിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു യു ബെന്നി സാർ. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓൾ. ഇന്ന് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി മാർക്കറ്റിൽ ഒത്തിരിയേറെ ഡിസ്കഷനും റൂമേഴ്സും മിസ്ലീഡിങ് ഇൻഫർമേഷൻസും പാസ് ചെയ്യുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഈ എക്സ്പ്ലനേറ്ററി സെഷൻ ഇവിടെ ചെയ്യുന്നത്. നിരവധി കുട്ടികൾ കാൻഡിഡേറ്റ്സ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും പ്രോസസ്സിൽ അവർക്ക് കിട്ടിയ പല ഇൻഫർമേഷൻസും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ധാരാളം തെറ്റിദ്ധാരണകൾ മാർക്കറ്റിൽ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് സംബന്ധമായി നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വൈ ഓപ്പർച്യൂണിറ്റി കാർഡ്? എന്തുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിലേക്ക് പോകണം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇത് നേരത്തെ ഉണ്ടായിരുന്ന ജോബ് സീക്കർ വിസയുടെ മോഡിഫൈഡ് വേർഷനാണ്. ജോബ് സീക്കർ വിസയെ 6 മാസമായിരുന്നത് 1 വർഷമാക്കി മാറ്റി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നുള്ള പുതിയ സ്കീമിലേക്ക് ജർമ്മൻ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. ധാരാളം സ്കിൽഡ് വർക്കേഴ്സിനെ ജർമ്മനിൽ എത്തിക്കുവാനുള്ള ഒരു സ്കീമാണിത്. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ ജർമ്മനിയിലെത്തി ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ തേടുവാനുള്ള ഒരു വിസ കാറ്റഗറിയാണിത്. ഇത് ആർക്കൊക്കെ പോകാം എന്നുള്ളതും വളരെയേറെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് ജോബ് നോക്കിയാൽ നമുക്ക് ലഭിക്കില്ല. അതേസമയത്ത് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിനെ നേരിട്ട് കാണുവാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനും പേഴ്സണലി അവരെ ഇംപ്രസ് ചെയ്യുവാനും പേഴ്സണൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അവിടെ ട്രയൽ ജോബ്സ് ചെയ്ത് നമ്മുടെ എബിലിറ്റി പ്രൂവ് ചെയ്ത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിലേക്ക് കയറുവാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പാത്വേ പ്രോഗ്രാമാണ് ഈ വിസ. ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ ലഭിക്കുന്നവർക്ക് അവിടെ നിന്ന് ഒരു ഫുൾ ടൈം ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ തിരികെ ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല. ജർമ്മനിയിൽ നിന്നുകൊണ്ട് തന്നെ ആ വിസ കൺവേർട്ട് ചെയ്ത് ലോങ് ടൈം വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറ്റാം. അതിനുശേഷം അത് PR-ലേക്കും സെറ്റിൽമെൻറ്റിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്ന സ്പൗസിനെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിസയാണ്. അപ്പോൾ ആ വിസ ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് ഇതിന് എലിജിബിൾ ആകുന്നത്? ഇതിന് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. 6 പോയിന്റ്സ് ലഭിക്കുന്നവർ ഇതിൽ എലിജിബിൾ ആവും. 6 പോയിന്റ്സ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. എലിജിബിലിറ്റിയിൽ ഒന്നാമത്തേത് ക്വാളിഫിക്കേഷനാണ്. ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ മാർക്കറ്റിലുണ്ട്. തീർച്ചയായിട്ടും അത് ശരിയല്ല. ഡിഗ്രി ഒരു പാരാമീറ്ററായി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഡിഗ്രി ഇല്ലാത്തവർക്കും +2 കഴിഞ്ഞ് ഡിപ്ലോമ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഡിപ്ലോമ ചെയ്തവർക്കും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവരും എലിജിബിൾ ആവുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർ അവരുടെ ഡോക്യുമെൻറ്റ്സ്, അവരുടെ സർട്ടിഫിക്കറ്റ് ഫോറിൻ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ റെക്കഗ്നേഷൻ ചെയ്യണം. ഡിപ്ലോമ ഉള്ളവർ അത് സ്കിൽഡ് റെക്കഗ്നേഷൻ പ്രോഗ്രാമിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യുവാൻ. അപ്പോൾ മിനിമം ഡിഗ്രി യോഗ്യതയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഡിപ്ലോമ, സ്കിൽഡ് വർക്കേഴ്സ് എന്നിവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരും എലിജിബിൾ ആവും. അതായത് സ്കിൽഡ് ടാലൻറ്റിനെ ജർമ്മനിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗം വിസ കിട്ടും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡായിട്ട് വരുന്ന വർക്ക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും പോയിന്റ്സ് നേടിത്തരും. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വെരിഫൈബിൾ ആയിരിക്കണം. എംപ്ലോയറുടെ കറക്റ്റ് റെഫറൻസ് ലെറ്ററും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത പോയിന്റ്സ് ലഭിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഏജാണ്. മാർക്കറ്റിലുള്ള തെറ്റിദ്ധാരണ 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ശരിയല്ല. 35 വയസ്സ് വരെയുള്ളവർക്ക് 2 പോയിന്റ്സ് ലഭിക്കും. 40 വയസ്സ് വരെയുള്ളവർക്ക് 1 പോയിന്റ് ലഭിക്കും. 40 കഴിഞ്ഞാൽ ഏജിന് പോയിന്റ് ലഭിക്കില്ല എന്നുള്ളൂ. 55-60 വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അവർ എലിജിബിളാണ്. മറ്റ് ഏരിയാസിൽ നിന്ന് അവർ പോയിന്റ് കണ്ടെത്തിയാൽ മതി. അടുത്ത എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫണ്ടിങ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. എന്താണ് ഫണ്ടിങ്? ജർമ്മനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തി, നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും സ്പോൺസറെ കണ്ടെത്തി അവർക്കവിടെ സഫീഷ്യൻറ്റ് ഫണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാം. പക്ഷേ അത് ജസ്റ്റ് ബാങ്ക് ലെറ്റർ പോരാ, അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. അതായത്
ജർമ്മൻ ഗവൺമെൻറ് ഒരു മാസത്തെ ലിവിങ് എക്സ്പെൻസസിനും അക്കോമഡേഷനും ഒക്കെ വേണ്ടിയിട്ട് 1100 അടുത്തുള്ള ഒരു എമൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത് 12 മന്ത്സിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് ഏകദേശം ഇന്ത്യൻ മണിയിൽ 11.25 ലക്ഷം 12 ലക്ഷം രൂപ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിച്ചാലും മതിയാവും. സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസറെ കാണിക്കാം. സ്പോൺസർ 50% സ്പോൺസർ ചെയ്യാൻ 6 ലക്ഷം രൂപയാണ് സ്പോൺസർ ചെയ്യുന്നത്. ബാലൻസ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കാം. ഇല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ പണം കാണിക്കാവുന്നതാണ്. അപ്പം ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഈ ഫണ്ട് ഉണ്ടാകുക എന്നുള്ളത് ഈ വിസ ലഭിക്കുവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. എന്നാൽ പലയിടത്തും കാണാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മതി, പോരാ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ വരുന്നതാണ്. ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ടോ? ലാംഗ്വേജിന് പോയിന്റ്സ് കിട്ടുമോ? ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഇല്ല. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ജർമ്മൻ ലാംഗ്വേജോ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. പോയിന്റ്സ് നിങ്ങൾക്ക് വേറെ പല ഏരിയകളിൽ ലഭിക്കും. നിങ്ങൾ ജർമ്മനിയിൽ നേരത്തെ പഠിക്കുകയോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. അങ്ങനെ പല രീതിയിൽ 6 പോയിന്റ് ലഭിക്കുവാൻ സാധാരണ ഈ ഡിഗ്രിയും എക്സ്പീരിയൻസും ഉള്ളവർക്ക് സ്ട്രേറ്റ് അവേ ലഭിക്കും. പിന്നെ മറ്റ് പല മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കും. നിങ്ങൾക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിൻ്റെ ആപ്ലിക്കേഷൻ സെയിം ടൈമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കും. പോയിന്റ്സ് ലഭിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഒരു ഇന്ത്യൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിൽ എലിജിബിലിറ്റി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ്. അപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കത് പ്രത്യേക പ്രിഫറൻസ് കൊടുക്കും. ഇല്ല എങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന അന്ന് മുതലെങ്കിലും നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് A1, A2, B1, B2 പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഏത് ലെവൽ വരെ പോകുന്നതിന് മുന്നേ പഠിക്കാമോ അത്രയും നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ജോബ് സീക്കിങ്ങിൻ്റെ ചാൻസസ് കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയുടെ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ഇത് 1 വർഷത്തേക്കാണ് ലഭിക്കുക. അത് സേർട്ടൺ കണ്ടീഷൻസിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് 1 വർഷം അവിടെ നിന്നും ഒരു ജോബ് കണ്ടെത്തി, പക്ഷേ ആ എംപ്ലോയർക്ക് വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ടൈം വേണം. അങ്ങനെയുള്ള സമയത്ത് എംപ്ലോയറുടെ ഓഫറോടുകൂടി എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 ഇയറിന് ശേഷവും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞ് ജോബ് നോക്കുവാനുള്ള ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ട്രയൽ ജോബ്സ് ചെയ്യാം. ഒരു എംപ്ലോയർ നിങ്ങളെ 2-3 ആഴ്ച ട്രയൽ തരാൻ പറ്റും. അത് പെയ്ഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബിലൂടെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോബ് കിട്ടിയാൽ എക്സിറ്റ് അടിക്കേണ്ടതില്ല. അവിടെ നിന്ന് തന്നെ ഈ ജോബിലേക്ക് വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഈ വിസയുടെ ഹൈലൈറ്റ്സ്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സൗത്ത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സ് ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. വിസ അപ്പോയിൻമെൻറ്റിന് ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വിസ അപ്പോയിൻമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൃത്യമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ ചാൻസസ് ഹൈ ആണ്. വിസ ഫോർ സ്റ്റഡി ജർമ്മൻ ഇമിഗ്രേഷൻ ലോയേഴ്സുമായി ചേർന്ന് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ ആപ്ലിക്കേഷൻസ് ചെയ്തു വരുന്നു. പല കാൻഡിഡേറ്റ്സിനും ഇതിനകം തന്നെ വിസ ലഭിച്ചിട്ടുണ്ട്. കുറേയേറെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്രോസസ്സിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യകാലങ്ങളിൽ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർക്കിംഗ് ഡേയ്സിൽ വിസ ലഭിച്ചിരുന്നത് ഇപ്പം 2 വീക്സ് 3 വീക്സ് 6 വീക്സ് വരെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കൂടുതൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ കൂടുതൽ വെയിറ്റിംഗ് പീരീഡ്, കൂടുതൽ സ്ക്രീനിങ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവാം, റിജക്ഷൻ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് അവൈൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ വിസ അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ വിസ ഫോർ സ്റ്റഡിയുടെ കേരളത്തിലുള്ള ഏത് ഓഫീസുമായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ ഒരു സമയം നമ്മൾക്കുള്ള മേജറായിട്ടുള്ള ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഈ ഒരു സമയം നമുക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്. ഹലോ സർ, എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് പോകുന്ന കാൻഡിഡേറ്റ്സിന് അവരെ സ്പൗസിനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമോ? സ്പൗസിനെ കൂട്ടാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിലുണ്ട്. പക്ഷേ നോർമലി നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിസ അലോക്കേറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് മാത്രമാണ് കാണിച്ചത്. നിങ്ങൾ സ്പൗസിനെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനെ കൂട്ടുമ്പോൾ അവർക്കുള്ള ബ്ലോക്ക്ഡ് അക്കൗണ്ടും അതിനുള്ള പണവും വേണം. അതോടൊപ്പം അവർ കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ ഒരു ജോബ് കിട്ടി സെറ്റിലാകുന്നതിന് മുന്നേ ഫാമിലിയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ
ഫണ്ടിങ്ങിലേക്ക് ലയബിലിറ്റി വരുന്ന ഒരു കാറ്റഗറിയായി മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിസ തരാൻ ചാൻസസ് ഇല്ല. പക്ഷേ സ്പൗസിനെയും ഡിപ്പെൻഡൻസിനെയും കൂട്ടാൻ ഈ വിസയിൽ ചാൻസസ് ഉള്ളതാണ്. സർ, ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ അപ്ലിക്കേഷന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ടാകുമോ? ഇനി ഇന്റർവ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഫിസിക്കൽ ആയിരിക്കുമോ? എങ്ങനെയുള്ളതാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇൻ്റർവ്യൂസ് ഉണ്ടാവാം. ഇൻ്റർവ്യൂസ് ഓവർ ദ ഫോണാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓവർ ദ ഫോൺ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും. ചിലപ്പോൾ അവർ കൊടുത്ത ഡോക്യുമെൻറ്റേഷൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കുക. ചില സമയത്ത് അവരുടെ ഈ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമേ വിസ പാസ്സാകുകയുള്ളൂ. സർ, ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുന്ന കാൻഡിഡേറ്റ്സിന് ജർമ്മനിയിലല്ലാതെ മറ്റേതെങ്കിലും കൺട്രിയിൽ, എക്സ്പെഷ്യലി ഇപ്പോൾ ഷെങ്കൻ കൺട്രിയിലൊക്കെ ജോലി നോക്കുവാൻ സാധിക്കുമോ? ജർമ്മൻ ഗവൺമെൻറ് ഈ വിസ ഇഷ്യൂ ചെയ്യുന്നത് ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ തേടുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഷെങ്കൻ വിസയാണ്. നിങ്ങൾക്ക് ഓസ്ട്രിയ, അതുപോലെ നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ 28 ഷെങ്കൻ കൺട്രികളിലും പോയിട്ട് ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടി ഈ വിസ അനുവദിക്കുന്നുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു അഡീഷണൽ ബെനഫിറ്റാണ്. ഇത്രയും നേരം നമ്മളോട് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയിട്ടും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സാറിന് വളരെയധികം നന്ദി. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഞങ്ങളോട് നേരിട്ട് ചോദിക്കാം. ഇതുപോലുള്ള മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.